നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ് ഓവർ റൈഡിംഗ് ആണ്. നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ടർ ടോപ്പിക് എടുത്ത സമയത്ത് തന്നെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ മെത്തേഡ് ഓവർലോഡിങ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു അതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. മെത്തേഡ് ഓവർലോഡിങ്ങും ഓവർ റൈഡിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ ആണ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് മെത്തേഡ് ഓവർ റൈഡിങ്? മെത്തേഡ് ഓവർ റൈഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസിൻ്റെ കേസിലാണ് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് നടക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഇൻഹെറിറ്റൻസ് പഠിച്ച സമയത്ത് പറഞ്ഞു ഒരു സൂപ്പർ ക്ലാസ് ഉണ്ട്, ഒരു സബ് ക്ലാസ് ഉണ്ട്. സൂപ്പർ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ സബ് ക്ലാസ്സിലേക്ക് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് എൻ്റെ തന്നിരിക്കുന്ന എൻ്റെ സബ് ക്ലാസ്സിലും അതുപോലെ തന്നെ സൂപ്പർ ക്ലാസ്സിലും ഞാൻ സെയിം മെത്തേഡ് തന്നെയായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ആ മെത്തേഡിനെ സൂപ്പർ ക്ലാസ്സിലുള്ള മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്ത് എൻ്റെ സബ് ക്ലാസ്സിലേക്ക് കോൾ ചെയ്യണ ഫംഗ്ഷനാണ് എന്തെന്ന് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ക്ലാസ്സിലിരിക്കുന്ന മെത്തേഡ്സ് എന്താണോ ആ മെത്തേഡ്സിനെ നമ്മൾ ഹിഡൻ ആക്കി വെച്ചിട്ട് സബ് ക്ലാസ്സിലുള്ള മെത്തേഡ്സിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഇവിടെ വിസിബിള് ചെയ്യണുള്ളൂ. അപ്പം മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ 2 ക്ലാസ് ഉണ്ട്, ക്ലാസ് എയും ഉണ്ട് അതുപോലെ തന്നെ ക്ലാസ് ബിയും ഉണ്ട്. അപ്പം നമുക്കറിയാം ക്ലാസ് എ എന്ന് പറയുന്നത് എൻ്റെ സൂപ്പർ ക്ലാസ് ആണ്. അപ്പം എൻ്റെ സൂപ്പർ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ 2 വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഐയും ജെയും ഉണ്ട്. അതുപോലെ തന്നെ ക്ലാസ് എയുടെ ഞാൻ കൺസ്ട്രക്ടർ ഫോം ചെയ്തു, ഐക്കും ജെയ്ക്കും ഞാൻ ഓരോ വാല്യൂസ് ഞാൻ അസൈൻ ചെയ്തു. ദാറ്റ് മീൻസ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. ഇനി എൻ്റെ ക്ലാസ് എയുടെ അകത്ത് ഞാനൊരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മെത്തേഡ് നെയിം എന്ന് പറയുന്നത് ഷോ ആണ്. ഇവിടെ ഷോ എന്ന് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഞാനിവിടെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വോയിഡ് ടൈപ്പ് ആണ്. ദാറ്റ് മീൻസ് റിട്ടേൺ വാല്യൂ ഇല്ല, നൾ വാല്യൂ ആയിട്ടാണ് ഞാൻ ഇവിടെ ഡാറ്റ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോ നമുക്കറിയാം വോയിഡ് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആ മെത്തേഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊടുക്കും. അപ്പോൾ ഷോ മെത്തേഡ് കൊടുത്തു, അതിൻ്റെ അകത്ത് തന്നെ ഞാൻ പ്രിൻറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. ഇതാണ് എൻ്റെ ക്ലാസ് എയുടെ അകത്തുള്ളത്. ഇനി അടുത്തത് ഞാൻ ക്ലാസ് ബി ആണ്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലാസ് ബി എന്ന് പറയുന്നത് ക്ലാസ് എയുടെ എല്ലാ പ്രോപ്പർട്ടീസും ക്ലാസ് ബിയിലേക്ക് വരും. അപ്പോൾ ക്ലാസ് ബി എക്സ്റ്റെൻസ് എ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ക്ലാസ് ബിയിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വേരിയബിൾ എന്ന് പറയുന്നത് കെ ആണ്. അതുപോലെ ക്ലാസ് ബിയുടെ ഞാൻ പാരാമീറ്റർ കൺസ്ട്രക്ടർ വിളിച്ചു. അപ്പോൾ എനിക്കറിയാം നമ്മളിനി ഓരോ ടേംസും നമ്മൾ പഠിക്കുമ്പോഴും അത് തന്നെയാണ് മാക്സിമം നമ്മുടെ പ്രോഗ്രാംസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സൂപ്പർ കീവേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ പാരൻ ക്ലാസ്സിലുള്ള ഈ 2 വേരിയബിൾസിനെ എനിക്ക് ഇനി ഇവിടെ വീണ്ടും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ സൂപ്പർ കീവേഡ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു, അതിനെ കോൾ ചെയ്തു. ഇനി ഞാൻ ആകെ എനിക്ക് പാരാമീറ്റർ എന്തിൻ്റെ മാത്രം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, എൻ്റെ ബി ക്ലാസ്സിലുള്ള പാരാമീറ്റർ മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ക്ലാസ് എയിൽ കൊടുത്തിരിക്കുന്ന ഈ സെയിം മെത്തേഡ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് ബിയിലും കൊടുത്തിട്ടുണ്ട്. സെയിം പേര് തന്നെ കൊടുത്തിരിക്കുന്നത് ഷോ എന്ന്. പക്ഷെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ക്ലാസ് ബിയിലുള്ള കെ എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എൻ്റെ ക്ലാസ് എയിലുള്ള ഷോനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹിഡൻ ചെയ്തിട്ടാണ് എൻ്റെ ക്ലാസ് ബിയിലുള്ള ഫംഗ്ഷനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, കോൾ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ നോർമലി ചെയ്ത പോലെ തന്നെ മെയിൻ ക്ലാസ് എഴുതുക, മെയിൻ ഫംഗ്ഷൻ എഴുതുക, ഒബ്ജക്റ്റ് ക്രിയേഷൻ. നമുക്കറിയാം നമ്മൾ ക്ലാസ് ബിയിൽ ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്, കാരണം നമ്മുടെ ക്ലാസ് എയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ക്ലാസ് ബിയിലേക്ക് വന്നു കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ബിയുടെ മാത്രം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് ബിക്ക് അകത്ത് 3 വാല്യൂസ് ഉണ്ട്, ഐയും ജെയും കെയും. ആ 3 വാല്യൂസിന് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ ഷോനെ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ ഷോ കോൾ ചെയ്യണ സമയത്ത് ഏത് ഷോ ആയിരിക്കും ഇവിടെ ഓൺ ചെയ്ത് വരുന്നത്? ഈ സൂപ്പർ ക്ലാസ്സിലുള്ള ഷോ ഒരിക്കലും ഓൺ ആകില്ല, കാരണം നമ്മുടെ സൂപ്പർ ക്ലാസ്സിലുള്ള ഷോ എന്തായി, അവിടെ ഹിഡൻ ആയി മാറി. കാരണം 2 സെയിം മെത്തേഡാണ്, പക്ഷെ നമ്മുടെ എല്ലാ ഫങ്ഷൻസും നമ്മുടെ ബിയിൽ വന്നേക്കണത് കൊണ്ട് ബിയിലുള്ള ഷോ മെത്തേഡ് മാത്രം എന്ത് ചെയ്യുള്ളൂ, അവിടെ വിസിബിൾ ആയുള്ളൂ. അപ്പോൾ ബിയിലുള്ള ഷോ മെത്തേഡ്സിൽ ആകെ എന്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കെയുടെ വാല്യൂ മാത്രം. അപ്പോൾ കെയുടെ വാല്യൂ ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു, 3. അപ്പോൾ 3 മാത്രമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഇനി ഈ ഒരു മെക്കാനിസം നമ്മൾ റിസോൾവ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ റൺ ടൈമിൽ റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അതായത് ഓവർ റിഡൻ മെത്തേഡ്സിനെ നമ്മൾ റൺ ടൈമിൽ റിസോൾവ് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ റൺ ടൈം പോളിമോർഫിസത്തിൽ ഇതെങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സൂപ്പർ ക്ലാസ്സിലുള്ള മെത്തേഡിന് എനിക്കിവിടെ അതിൻ്റെ അകത്ത് ഐഡൻ ചെയ്യడం വാല്യൂസിന് എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലല്ലോ. അതെങ്ങനെ എനിക്ക് റിസോൾവ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഡൈനാമിക് മെത്തേഡ് ഡിസ്പാച്ചിൽ പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എ എന്ന് പറയുന്ന ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ കോൾ മീ എന്ന് പറയുന്ന ഒരു മെത്തേഡ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. അതിൽ എ കോൾസ് മീ എന്ന് പറയുന്ന ഒരു മെത്തേഡിനെ ഞാൻ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു.
ദാറ്റ് മീൻസ് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ബി എടുത്തു. ബിയിൽ ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റെൻസ് ഓഫ് എ ആണ്. സെയിം മെത്തേഡ് നെയിം തന്നെ കൊടുത്തിരിക്കുന്നത്, കോൾമി എന്ന് പറഞ്ഞു കൊടുത്തു. ബിയുടെ ഞാൻ എന്ത് ചെയ്തു, കോൾമി മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചു. നെക്സ്റ്റ് വൺ ഞാൻ ചെയ്തിരിക്കുന്നത് സി എന്ന് പറഞ്ഞ അടുത്ത ക്ലാസ് എടുത്തു. ദാറ്റ് മീൻസ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പം ഞാൻ സി എന്ന് പറയുന്ന ക്ലാസ് എടുത്തു. അപ്പോൾ അതിൻ്റെ അവിടെ കേസിൽ നോക്കിക്കേ, ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നതിൽ എ ഉണ്ട്, അതുപോലെ തന്നെ ബി ഉണ്ട്, സി ഉണ്ട്. അപ്പം മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ് എടുക്കുന്നതെങ്കിലും ഇവിടുത്തെ ഒരു റൂട്ട് നോഡ്, അതായത് ഒരു ഹൈറാറിക്കൽ സ്ട്രക്ചർ ആയിട്ടാണ് ഇവിടെ മൾട്ടി ലെവൽ ഞാൻ ഫോം ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹൈറാറിക്കൽ ഇൻഹെറിറ്റൻസ് തന്നെയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം എയിൽ നിന്ന് ബിയിലേക്കും ഫോം ചെയ്തിട്ടുണ്ട്, എയിൽ നിന്ന് സിയിലേക്കും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം സി എന്ന് പറയുന്നതിൻ്റെയും റൂട്ട് നോഡ് എന്ത് തന്നെയാണ്, എ തന്നെയാണ്. അപ്പം എ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോൾ ചെയ്തു.